ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ ആണ്ടിന്റെ ദിവസമായിരുന്നു വിശുദ്ധമായ റമളാനിന്റെ 10ാമത്തെ ദിനം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ മഹത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയുടെ മഹത്വങ്ങൾ, സ്മരണകൾ എപ്പോഴും അയവിറക്കാറുണ്ടായിരുന്നു. എപ്പോഴും ഖദീജ ബീവിയെ പറ്റി അവിടുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞത് കാണാം. അപ്പൊ ഖദീജ ബീവിയെ അനുസ്മരിക്കുക എന്നതും അവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതും വലിയ പുണ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മരിച്ചവരെയൊക്കെ മഹത്വങ്ങൾ പറയുന്നത് പുണ്യമാണ്. ഖദീജ ബീബി റബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെയാണ് വിവാഹം ചെയ്തത്. തങ്ങൾക്ക് അന്ന് 25 വയസ്സും ആണ്. എന്നാൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്ക് അന്ന് 40 വയസ്സും ആണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു 65, ഖദീജ ഉമ്മക്ക് ഒരു 65 വയസ്സായപ്പോഴാണ് ഖദീജ ഉമ്മ മരണപ്പെട്ടത്. നബി തങ്ങൾക്ക് ഒരു 50 വയസ്സ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രവാചകത്വം വന്നു. 40 വയസ്സായി പ്രവാചകരായി പ്രഖ്യാപിക്കപ്പെട്ടു. ഒരു 10 വർഷം വീണ്ടും ഖദീജ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ചു. അവിടുത്തെ മുഴുവൻ ഭാര്യമാർക്കുമുള്ള പേര് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഉമ്മമാർ എന്നാണ്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ആദ്യത്തെ ഉമ്മയാണ്. ഉമ്മുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ, ഈ മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്, നമ്മുടെയൊക്കെ ഉമ്മയാണ്. ഉമ്മയെ ആദരിക്കും പോലെ അതിനേക്കാളും വലിയ ആദരവ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹാക്ക് നൽകണം. ഉമ്മക്ക് വേണ്ടി നമ്മൾ ഖുർആൻ പാരായണം ചെയ്യും എങ്കിൽ ഖദീജ ബീവിക്കും നാം ഖുർആൻ പാരായണം ചെയ്യണം. ഖദീജ ബീബി റളിയല്ലാഹു അൻഹായിലൂടെ യാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കൾ ഉണ്ടായിട്ടുള്ളത്. ഇബ്രാഹിം എന്ന മകൻ ഒഴികെ. ഇബ്രാഹിം എന്ന ആ കുട്ടി ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. അത് മാരിയത്തുൽ ഖിബ്തിയയിൽ നിന്നാണ്. ബാക്കിയുള്ള മക്കളൊക്കെ ഖദീജ ബീവിയിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 3 ആൺമക്കളും 4 പെൺമക്കളും 7 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 1ാമത്തെ മകൻ ഖാസിം എന്നാണ്. നബി തങ്ങൾക്ക് അബുൽ ഖാസിം എന്ന പേരുണ്ട്. ഖാസിമിന്റെ ഉപ്പ എന്നർത്ഥം, അബുൽ ഖാസിം. 1ാമത്തേത് ഖാസിമാണ്, ഖദീജ ബീവിയിൽ നിന്നും ഉണ്ടായ. മറ്റൊന്ന് അബ്ദുള്ള. ഈ 2 മക്കളാണ് ഖദീജ ബീവിയിൽ നിന്ന് ആൺമക്കളായി ഉണ്ടായത്. അവർ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടിരുന്നു. പിന്നെ സൈനബ ബീവി, റുഖിയ്യ, ഉമ്മു കുൽസും, ഫാത്തിമ. 4 പെൺമക്കൾ. സൈനബ, റുഖിയ്യ, ഉമ്മു കുൽസും, ഫാത്തിമ. നമ്മൾ കാണാതെ ശരിക്ക് പഠിക്കണം അവിടുത്തെ മക്കളെ, 7 മക്കളെ പേര്. സൈനബ, റുഖിയ്യ, ഉമ്മു കുൽസും, ഫാത്തിമ. ഖദീജ ബീവിയുടെ പ്രത്യേകത എന്താണ്? ആദ്യമായി മുസ്ലിമായത് ഖദീജ ബീവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നബി തങ്ങൾക്ക് ശേഷം ആദ്യമായി നബി തങ്ങളെ അംഗീകരിച്ചത്, വിശ്വസിച്ചത്, വഹി കിട്ടിയ ഉടനെ ആദ്യമായി നബി തങ്ങൾ ഖദീജ ബീവിയുടെ അരികിലേക്കാണ് വരുന്നത്. അവരാണ് ആദ്യമായി വിശ്വസിച്ചത്. എന്നിട്ട് വറഖത്ത് ബിൻ നൗഫൽ എന്നവരുടെ അരികിലേക്ക് ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോവുകയും ചെയ്തു. ഖദീജ ബീവി വലിയ മഹദിയായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, മാ ഗിർതു മിൻ ഇംറഅത്തിൻ മാ ഗിർതു മിൻ ഖദീജ. ഖദീജയെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിൻ കസറത്തി ദിക്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹാ, ഖദീജ ബീവിയെ ധാരാളം അവിടുന്ന് അനുസ്മരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു പ്രത്യേകമായ ഒരു ചിന്ത. എന്താ ഇങ്ങനെ ഖദീജ ബീവിയെ
നബി തങ്ങൾ അനുസ്മരിക്കുന്നു എന്നൊരു ചിന്ത വന്നു പോയിരുന്നു എന്ന് നബി തങ്ങൾ അത് വിശദീകരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ഖദീജ ബീവിക്ക് ധാരാളം മഹത്വങ്ങളുണ്ട്. അതിൽ ഒന്ന്, ആദ്യത്തെ മുസ്ലിം ഖദീജ ബീവിയാണ്. നബിയെ അപ്പോ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ തുടക്കം കുറിച്ചാക്ക് സർവ്വ ആളുകളുടെ പ്രതിഫലവും ലഭിക്കും. ഇസ്ലാമിലേക്ക് വന്ന മുഴുവൻ ആളുകളുടെ പ്രതിഫലവും ഖദീജ ഉമ്മക്ക് ലഭിക്കും. അപ്പൊ ആദ്യത്തെ ഇസ്ലാമിലേക്ക് വന്നയാൾ ഖദീജ ബീവിയാണ്. നബി തങ്ങൾക്ക് വഹി കിട്ടി, ഇഖ്റ ബിസ്മി ഓതിക്കൊടുത്തപ്പോ അതിനു മുമ്പ് നബി തങ്ങൾ ഹിറാ ഗുഹയിൽ പോയി ഇരിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ആ മല കയറിക്കൊണ്ട് ഖദീജ ബീവിയായിരുന്നു പലപ്പോഴും ഭക്ഷണങ്ങൾ കൊണ്ടുപോയി കൊടുത്തിരുന്നത്. ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഭർത്താവിന് വേണ്ടി മല കയറിക്കൊണ്ട് ഭക്ഷണം തീരുമ്പോഴൊക്കെ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്നു. നബി തങ്ങൾ മലയിൽ കയറിക്കൊണ്ട് ആ ഹിറാ ഗുഹയിൽ കയറിക്കൊണ്ട് ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു, ദിക്റുകൾ ചൊല്ലുമായിരുന്നു, നബി അള്ളാഹുവിനെ സ്മരിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ആ മല കയറി ഖദീജ ബീവി ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്നു. അങ്ങനെ 40 വയസ്സായപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും ഇഖ്റ ഓതിക്കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ആദ്യമായി നേരിട്ട് പ്രത്യക്ഷത്തിൽ ആ രീതിയിൽ കണ്ടപ്പോൾ ആദ്യമൊന്ന് ഭയന്നു. അങ്ങനെ നബി തങ്ങൾ പേടിച്ചുകൊണ്ട് ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് വന്നു, ഖദീജ ബീവിയുടെ അരികിലേക്ക് വന്നു. ഈ സമയത്ത് ഖദീജ ബീവി ഭാര്യ പറഞ്ഞത്, ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ, നബിയെ അങ്ങയെ അള്ളാഹു ഒരിക്കലും മോശമാക്കുകയില്ല, പ്രയാസപ്പെടുത്തുകയില്ല, അങ്ങൊരിക്കലും ബേജാറാവണ്ട. ഇന്നക ലതഹ്മിലുൽ കല്ല, അങ്ങ് ഈ പ്രവാചകത്വം ഇപ്പോൾ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രയാസമുള്ളവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുക്കൽ നബി തങ്ങളുടെ പതിവായിരുന്നു. ചെറുപ്പത്തിലെ നബി തങ്ങൾ ആർക്കെങ്കിലൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് പ്രയാസമൊക്കെ നീക്കിക്കൊടുക്കും, ആർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹായിക്കും. അപ്പൊ ഖദീജ ബീവി അതെടുത്ത് പറയാണ്, ഇന്നക ലതഹ്മിലുൽ കല്ല, അങ്ങ് പ്രയാസങ്ങൾ വഹിക്കുന്നവരാണ്, വതുഈനു അലാ നവാഇബിൽ ഹഖ്, സത്യത്തിനു വേണ്ടി അങ്ങ് സഹായം ചെയ്യുന്നവരാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് തന്നെ അങ്ങയെ അള്ളാഹു ഒരിക്കലും പ്രയാസപ്പെടുത്തുകയില്ല, അങ്ങ് ബേജാറാകണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഖദീജ ബീവി ആശ്വസിപ്പിച്ചത്. ഭർത്താവിന് പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ ആശ്വസിപ്പിക്കുക എന്നത് ഭാര്യമാർ ചെയ്യേണ്ട കടമയാണ്. ഖദീജവും അതിൽ മാതൃകയാണ്. എന്തിനാ നിങ്ങൾ അവിടെ പോയത്, ആ മലമുകളിൽ നിങ്ങൾക്ക് പോകാന് വേറെ പണിയൊന്നില്ലേ എന്ന് ചോദിക്കലല്ല, മറിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് പോയതല്ലേ. അപ്പോൾ അതിൽ സന്തോഷിക്കുകയും ആശ്വസിപ്പിക്കുകയുമാണ് ഖദീജ ബീവി, ബുദ്ധിമതിയായ ഖദീജ ബീവി ചെയ്തത്. നമ്മളാണ് നിങ്ങളെന്തിനാ അവിടെ പോയിരിക്കാൻ, നിങ്ങൾക്ക് ഇവിടെ ഇരുന്നാൽ പോരെ എന്ന് ചോദിക്കും. അങ്ങനെയല്ല ചോദിക്കേണ്ടത്. എന്നിട്ട് പിന്നെ ഖദീജ ബീവി എന്ത് ചെയ്തു, അവരെ കൂട്ടിക്കൊണ്ട് വേദഗ്രന്ഥം പഠിച്ച വറഖത്ത് ബിൻ നൗഫൽ എന്നവരുടെ അരികിലേക്ക്, ഖദീജ ബീവിയുടെ കുടുംബക്കാരിയുമാണ്, കൊണ്ടുപോവുകയും അവിടെ വെച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഖദീജ ബീവിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറു നിസാഇഹാ മറിയം, സ്ത്രീകളെ കൂട്ടത്തുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മഹദി മറിയം ബീവിയാണ്. വഖൈറു നിസാഇഹാ ഖദീജ, അതുപോലെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഉത്തമയായ, നബി തങ്ങളുടെ സമുദായത്തിലെ ഏറ്റവും ഉത്തമയായ സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ അത് ഖദീജ ബീവിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മറിയം ബീവിയുടെ കാലത്ത് ഉണ്ടായിരുന്ന സ്ത്രീകളെ കൂട്ടത്തുനിന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹായാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ് ഏറ്റവും ഉത്തമം. ആ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമയായ സ്ത്രീ ആരാണ്, അത് ഖദീജ ബീവിയാണ്. അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന, നബി തങ്ങൾ പറഞ്ഞു സ്വർഗീയ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സ്ത്രീ ആരാണ്, ഖദീജത്ത് ബിന്തു ഖുവൈലിദ്, ഖുവൈലിദിന്റെ പുത്രി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമത്ത് ബിന്തു മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി ഫാത്തിമയാണ്. മറിയം ബിന്തു ഇമ്രാൻ, ഇമ്രാന്റെ പുത്രി മറിയം ബീബി റളിയല്ലാഹു അൻഹയാണ്. ആസിയത്തു ബിന്തു മുസാഹിം, ഇമ്രാത്ത് ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ മുസാഹിമിന്റെ പുത്രി ആസിയ ബീവിയുമാണ്. 4 സ്ത്രീകളാണ് സ്വർഗീയ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠ സ്ത്രീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇങ്ങനെ ധാരാളം മഹത്വങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹാക്ക് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുക.
ഖദീജ ബീവി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ആളെയും നബി തങ്ങൾ വിവാഹം ചെയ്തിട്ടില്ലായിരുന്നു. ഖദീജ ബീവി മരണപ്പെട്ടതിന് ശേഷം 50 വയസ്സായതിനു ശേഷമാണ് സൗദ ബീവിയെയും അതുപോലെ ആയിഷ ബീവിയെയും ഒക്കെ വിവാഹം ചെയ്തത് എന്ന് മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞു, കഅന്നഹു ലം യകും ഫിദ്ദുന്യ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ, നിങ്ങൾക്ക് ഖദീജ അല്ലാതെ വേറെ ഭാര്യയില്ലാത്തതുപോലെയുണ്ട്. ഖദീജ ഇങ്ങനെ ഓർക്കുകയും പറയുകയും ചെയ്യുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹാ കാനത്ത് വ കാനത്ത് വ കാനലി മിൻഹാ വലദുൻ, ഖദീജ ബീവി ഇത്ര വലിയ വലിയ മഹത്വങ്ങളുണ്ട്, ഇന്ന മഹത്വമുണ്ട് എന്ന് പറഞ്ഞ് ഖദീജയുടെ മഹത്വങ്ങൾ എണ്ണുകയും എനിക്ക് സന്താനങ്ങൾ ഉണ്ടായത് ഖദീജയിൽ നിന്നാണ് എന്നും നബിതങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് പറയുകയും ചെയ്യും. നബിതങ്ങൾക്ക് വല്ല വസ്തുവും എത്തിയാൽ, വീട്ടിലേക്ക് ആരെങ്കിലൊക്കെ വസ്തുക്കൾ കൊണ്ടുവന്നാൽ, ചീർണികൾ കൊണ്ടുവന്നാൽ, ഖദീജയുടെ കൂട്ടുകാരികൾ, ജീവിച്ചിരിക്കുന്ന കൂട്ടുകാരികൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി, ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി നബിതങ്ങൾ പറയുകയും, ഇത് ഇന്ന പെണ്ണിന്റെ സ്ത്രീയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം, ഖദീജയുടെ കൂട്ടുകാരിയാണ്. ഇന്നഹാ കാനത്ത് തുഹിബ്ബു ഖദീജ, ആ സ്ത്രീ ഖദീജയെ ഇഷ്ടം വെക്കുന്ന സ്ത്രീയാണ് എന്ന് പറഞ്ഞ് ഖദീജയുടെ കൂട്ടുകാരി റളിയല്ലാഹു അൻഹ അവരിലേക്ക് നബിതങ്ങൾ ആ കൊണ്ടുവന്ന ചീർണി എത്തിയോ ഭക്ഷണങ്ങളോ മറ്റു വസ്തുക്കളൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആടിനറുക്കും, എന്നിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ കൂട്ടുകാരികളിലേക്ക് ആടിനെ വിതരണം ചെയ്യുകയും മാംസം വിതരണം ചെയ്യുകയും ഖദീജ ബീവി അനുസ്മരണം നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. മരിച്ചുപോയ നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ആടിനറുത്ത് അവരുടെ കൂട്ടുകാരികളെ, അവരുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ആടിനറുത്ത് കൊടുക്കുന്നത് പുണ്യമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കല് ഒരു സ്ത്രീ വന്നു, ഹാല, ഖദീജ ബീവിയുടെ അനിയത്തിയാണ്. ഹാല വന്നപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ സന്തോഷത്തിൽ ഹാലയെ സ്വീകരിച്ചു. ഹാലയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ നബി തങ്ങൾക്ക് അത് ഖദീജ ബീവിയുടെ ശബ്ദം പോലെ തോന്നി. അപ്പോൾ ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറഞ്ഞു, ഈ പല്ലൊക്കെ കൊഴിഞ്ഞു പോയ ഈ പ്രായമുള്ള സ്ത്രീയെ കേട്ടപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ആവേശം എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ, ഖദ് അബ്ദലല്ലാഹു ഖൈറൻ മിൻഹ, നിങ്ങൾക്ക് ഒരു മരിച്ചുപോയ ഖദീജയെ ഓർക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഓർക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾക്ക് അതിനേക്കാളും ഉത്തമയായ ഭാര്യമാരില്ല നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹ, ഖദീജയേക്കാൾ ഉത്തമയായ ഒരാളെയും എനിക്ക് അല്ലാഹു പകരം തന്നിട്ടില്ല. ഖദ് ആമനത് ബി കഫറ ബി അന്നാസ്, ആളുകളൊക്കെ എന്നെ ആക്ഷേപിക്കുകയും എന്നെ നിഷേധിക്കുകയും ചെയ്തപ്പോൾ എന്നെ ആദ്യമായി ഈമാൻ കൊണ്ട സ്ത്രീ ഖദീജയാണ്. വസദ്ദഖത്നി ഇത് കദ്ദബനി അന്നാസ്, ജനങ്ങൾ എന്നെ കള്ളനെന്ന് വിളിച്ചപ്പോൾ ഞാൻ സത്യസന്ധനായ പ്രവാചകരാണെന്ന് എന്നോട് ആദ്യമായി പറഞ്ഞത് എന്റെ കൂടെ ഖദീജ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുസ്ലിമിന്റെ വീട് ഖദീജയുടെ വീട് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. വവാസത്നി ബിമാലി ഹാദ ഹറമനി അന്നാസ്, ജനങ്ങളൊക്കെ സമ്പത്ത് തടഞ്ഞു വെച്ചു, എന്നെ ബ്ലോക്ക് ചെയ്തപ്പോൾ ഖദീജയുടെ സമ്പത്ത് കൊണ്ടായിരുന്നു, എനിക്ക് ഖദീജയായിരുന്നു എന്നെ ആശ്വസിപ്പിച്ചത്. എനിക്ക് അവരുടെ സമ്പത്ത് മുഴുവനും എനിക്ക് തന്നു. വറസഖനി അല്ലാഹു വലദ ഹാദ ഹറമനി ഔലാദുൻ നിസാ, മറ്റു സ്ത്രീകൾ മക്കളില്ല എന്റെ ഭാര്യമാരായ എനിക്ക് എന്റെ ഖദീജയിൽ നിന്ന് മക്കളുണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ശത്രുക്കള് എല്ലാം തടഞ്ഞു വെച്ചു, ഭക്ഷണം തടഞ്ഞു വെച്ചു. ശുഅബ് അബൂ താലിബിൽ നബി തങ്ങൾ വളയപ്പെട്ടു. ഈ സമയത്ത് ഭക്ഷണമൊന്നും കൊടുക്കാതെ പട്ടിണി കിട്ടു, ഇലകൾ വരെ തിന്നുന്ന സഹാബികൾ, കുറച്ച് സഹാബികളും കൂടെയുണ്ട്. കുറച്ചാളുകളെ മുസ്ലിമായിട്ടുള്ളൂ. ഈ സമയത്ത് ഖദീജ ബീവി രഹസ്യമായിട്ട് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു എന്ന് കാണാം. അങ്ങനെ തുടക്കത്തിൽ ഈ ദീനിനെ വളർത്തുന്നതിൽ ഖദീജ ബീവി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ ജസാമത്തുൽ മുസ്നിയ എന്നൊരു സ്ത്രീ നബി തങ്ങൾ അരികിലേക്ക് വന്നു. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ ജസാമത്തുൽ മുസ്നിയാണെന്ന് പറഞ്ഞപ്പോൾ, അല്ല, നിങ്ങൾക്ക് ജസാമ എന്ന് പേര് വേണ്ട, ഹസ്സാനത്തുൽ മുസ്നിയ എന്ന് പേരിട്ടോളൂ എന്ന് നല്ലൊരു പേര് നിർദ്ദേശിച്ചു. എന്താണ് കഥ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, നല്ലതാണ് നബിയെ എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട ആയിഷ ബീവി
ഈ സ്ത്രീയോട് ഇത്രയും സ്നേഹത്തിൽ പെരുമാറുന്നത് കണ്ടപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, ഇത് ആരാണ് ഈ പ്രായമുള്ള ഒരു സ്ത്രീയോട് ഇത്ര സ്നേഹം, നിങ്ങൾക്ക് ഇത്രയും ഇങ്ങനെ പെരുമാറുന്നത് എന്താണ്? അപ്പോൾ പറഞ്ഞു, ഈ സ്ത്രീ ഖദീജയുടെ കാലത്ത് ഖദീജയെ കാണാൻ വേണ്ടി വരുന്നവരായിരുന്നു. ആ ബന്ധം പുതുക്കുകയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന ഹുസ്നൽ അഹ്ദി മിനൽ ഈമാൻ, നല്ല ബന്ധങ്ങൾ പുതുക്കുന്നത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ഖദീജ ബീവി എത്രയും പോരിശ പറയുകയും അവിടത്തെ ബഹുമാനിക്കുകയും ഇന്നി റുസിഖ്തു ഹുബ്ബഹാ, അവരോടുള്ള മഹബ്ബത്ത് എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഏറ്റവും ഉത്തമയായ സ്ത്രീയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ എന്ന് നാം മനസ്സിലാക്കുകയും ഖദീജ ബീവിയെ നല്ല സ്നേഹിക്കുക, അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം നമുക്ക് ലഭിക്കുന്നതാണ്. ഖദീജ ബീവിയുടെ മൗലിദ് ഓതുക, ഖദീജ ബീവിയെ അനുസ്മരിക്കുക, ഖദീജ ബീവിയുടെ പേരിൽ ദുആ ചെയ്യുക. അവിടുത്തെ സ്നേഹവും അവിടുത്തെ സഹായവും നമുക്ക് ലഭിച്ചാൽ തീർച്ചയായും മുത്തുനബിയുടെ അടുക്കൽ നമുക്ക് സ്ഥാനം ലഭിക്കും എന്നത് തീർച്ചയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വരെ ബറക്കത്ത് കൊണ്ട് നമ്മെ അള്ളാഹു മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ എത്തിച്ചു തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.